ദേവിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പും അതിൻ്റെ ഉടയാടകളും ഒക്കെയാണ് ഒരു ഇതൊരു സ്ത്രീ എന്നുള്ള തോന്നുന്നത്. അപ്പം അത്തരം രീതികളിലാണ് ഈ പല മാഗസീൻസിലൊക്കെ വരച്ച് വരുന്നതും. ഈ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഈ സ്ത്രീക്ക് ഇപ്പോഴും പ്രണയമാണ്. പ്രണയം കണ്ണുകൾ, അത് ധാരാളം പേര് പറയാറുണ്ട്. കണ്ണുകളിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഈ പ്രണയം കണ്ണുകളിലൊക്കെ കാണിക്കുന്നതെന്നൊക്കെ. അത് ഉള്ളിലുള്ളതുകൊണ്ടാണ് കാണിക്കുന്നത്. അത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഉണ്ടാവണമെന്നില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം സോ കോൾഡ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അതാണ് വാസ്തവം. എന്തും അത്തരം ചെയ്യാം, പക്ഷെ ഒന്നും ഈ ഒരു സഭ്യമല്ലാത്ത രീതിയിൽ പോകരുത് എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കംഫർട്ടബിൾ ആകുമ്പോഴല്ലേ നമുക്കത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കംഫർട്ടബിൾ അല്ല. ഒരു നരൻ വേറൊരു നരൻ പോലെ ഒരു സഭ്യമായി ചെയ്യുന്ന അത്തരം ഒരു വാസവദത്താണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പൊസസീവായിരുന്നു, ടോക്സിക് അല്ലായിരുന്നു, ഒരു പൊസസീവ് നേച്ചറായിരുന്നു. എൻ്റെ പ്രണയാത്മാവ് വേറൊരാൾ കടമെടുക്കുന്നതിനോട് അതാണല്ലോ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അത് ഹെവി ആയിരുന്നില്ല, ഫ്രീഡം ഉള്ള ഒരു പൊസസീവ്നെസ് ആയിരുന്നു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. സോന നായരാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയയിലെ ഒരു അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം വിഷ്ണു. ലോക മലയാളത്തിൽ നിലവിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയാണ്. അപ്പോൾ ഫെമിനിറ്റി ഫാത്തിമ ഒരേ സമയം ക്രിട്ടിക്കലിയും കൊമേഴ്ഷ്യലിയും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ മസ്തിഷ്ക മരണം എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് നായികയെ വെച്ചുകൊണ്ടാണ് അവർ കഥ പറയുന്നത്. സിനിമയ്ക്കുള്ള സിനിമയാണ്. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വയ്ക്കാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാറ്റമുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്ന് തുടങ്ങി. കുറച്ചേ ഉള്ളൂ അല്ലേ? എന്നാൽ അത്രയും അങ്ങനെ വേണമെങ്കിലേ പറയുള്ളൂ. കാരണം ഈ ഫെസ്റ്റിവൽ ഇതിലൊക്കെ മാത്രമാണ് നമുക്ക് ഇത്തരം ഈ എന്താ പറയുക ഫെമിനിസത്തിൻ്റെ കുറച്ച് വർക്കുകൾ കാണാൻ സാധിക്കുക. നോർമലി ഉള്ള നമ്മുടെ ഒരു കമേഴ്ഷ്യലി ബിസിനസ്സിന് അത് പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അതിന് ആക്സെപ്റ്റൻസ് ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഇതിനൊരു മെയിൽ ആക്സെപ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഇത് വരിക, ബിസിനസ് ആവുക. സോ കമേഴ്ഷ്യലി അതിലേക്ക് വരില്ല. അതിനകത്ത് ആൾക്കാർ ആരാധനപാത്രങ്ങളായിട്ട് കാണുന്ന അത്തരം ആരാധ്യ പുരുഷന്മാർ നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഇപ്പം അതിനകത്തും കുറേ സ്ത്രീകൾക്ക് വർക്കുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. വരട്ടെ, പ്രോജക്റ്റുകൾ നടക്കട്ടെ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഭയങ്കര പുരുഷന്മാരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു 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 ഫെമിനിസം ആ ലെവലിലേക്ക് കേരളത്തിലുള്ള ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ രണ്ടുപേരും ഈക്വലായിട്ട് ഇരിക്കണം എന്ന് ഉണ്ടെങ്കിൽ ആകാം ചില കാര്യങ്ങൾക്ക്. എല്ലാത്തിലും ഈക്വലും അതിൻ്റെ മെയിലും ആവുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യങ്ങൾ നടന്നു പോവുക, ഭംഗിയായിട്ടിരിക്കുക, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ളതാണ്. അപ്പം അതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഭംഗിയെ കുറിച്ച് പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ പലപ്പോഴും ഈ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കുറിപ്പുകൾ വരും. സോന നായർ ഈ മാസികകളിലൊക്കെ വരയ്ക്കുന്ന സ്ത്രീകളെ പോലെ സൗന്ദര്യമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലൊക്കെ. സ്വയം സൗന്ദര്യത്തിന് എത്ര മാർക്ക് കൊടുക്കും 10-ൽ? സ്വയം സൗന്ദര്യത്തിന് ഞാൻ പൊതുവേ അങ്ങനെ മാർക്ക് അങ്ങനെ കൊടുക്കാറില്ല. ആവറേജ് എന്തായാലും ഉണ്ട്, അത് ഉറപ്പാണ്. എബവ് ആവറേജ് ഒന്നും പറയാനില്ല. കാരണം സ്ത്രീ സൗന്ദര്യം ഇല്ലെങ്കിൽ അത്തരമൊരു സങ്കല്പങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾക്ക് പ്രത്യേകതകളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ലൈക്ക് ഇതാണ് സംഭവം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിഷ്ണു എൻ്റെ ഒരു സൗന്ദര്യം ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു ചേച്ചിക്കോ ഓക്കെ ആണ്, നല്ല രസമാണെന്ന് പറഞ്ഞാൽ വേറൊരു വിഷ്ണു 2 എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. ആളുടെ ഒരു സങ്കല്പത്തിൽ ആള് ചിലപ്പം ഇങ്ങനെ ഒരു പ്ലംബി ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. ഭയങ്കര തിൻ 0 സൈസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഭവങ്ങൾ നമുക്ക് പറയാനില്ല. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം ഇതൊക്കെയാണ്. ഫാഷൻ ഷോയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത്തരം ക്രൈറ്റീരിയകളൊക്കെ ഉണ്ടാവാം.
പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അമ്മ അല്ലാതെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ട് സോന നായർക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ത്രീ ആരാ? സ്വന്തം അമ്മ അല്ലാതെ. അമ്മ എന്ന് പറയുമെന്ന് അറിയാമല്ലേ. അങ്ങനെ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ത്രീകളുണ്ട് കേട്ടോ. അങ്ങനെ ഇങ്ങനെ പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റുന്നില്ല, ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അതെല്ലാം ഓരോന്നും എൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പത്തിൽ വരുന്നതായിരിക്കാം. മേ ബി അവരുടെ ഉടലാണെങ്കിലും, അവരുടെ കൈകാല് നീളമുള്ളതാണെങ്കിലും, വിരലുകളുടെ നീളം, കണ്ണുകളുടെ ഭംഗി, ഫീച്ചേഴ്സിൻ്റെ ഭംഗി എല്ലാമായിരിക്കാം. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ എൻ്റെ ജീവിത യാത്രകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ബോഡി പോസിറ്റിവിറ്റിക്ക് വലിയ പ്രാധാന്യമുള്ള സമയമാണല്ലോ. അതായത് ഇന്ന ബോഡി സൈസ് വേണം അല്ലെങ്കിൽ ഇന്ന ബോഡി ടൈപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ ഗ്ലാസ് മാത്രമാണ് ഏറ്റവും പെർഫെക്റ്റ് സൈസ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ കർവി ആയിട്ടുള്ള ആളുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് സൈസ് മോഡലുകളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതാണ് ആക്സെപ്റ്റൻസ് പല രീതിയിലാണ് സൗന്ദര്യത്തിന്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ വരയിലൊക്കെ അത്തരം ഒരു കർവി ടൈപ്പാണ്. അങ്ങനെയല്ല, ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പം ഭയങ്കര കർവി ആകണ്ട, ഭയങ്കര തിൻ സൈസായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം എനിക്ക് അത്തരമൊരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എനിക്കിഷ്ടമില്ല. മീൻസ് അങ്ങനെ ഇതിനകത്തൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലങ്ങളായി നമ്മൾ എഴുതി വായിച്ചിട്ടുള്ള അത് തന്നെ. ദേവിക്കൊക്കെ നമുക്കൊരു സ്ത്രീ സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ദേവിയുടെ ഒരു ദേവിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഷേപ്പും അതിൻ്റെ ഉടയാടകളും ഒക്കെയാണ് ഒരു ഇതൊരു സ്ത്രീ എന്നുള്ള തോന്നുന്നത്. അപ്പം അത്തരം രീതികളിലാണ് ഈ പല മാഗസീൻസിലൊക്കെ വരച്ച് വരുന്നതും പണ്ട് കവികൾ വർണ്ണിച്ചിരുന്നതും. ആ ഒരു സൗന്ദര്യ സങ്കല്പം തന്നെയാണ് എനിക്കല്ല, ഞാൻ മറ്റുള്ളവരിൽ നല്ല അങ്ങനത്തെ ഉള്ളൊരു ഇതായിട്ടുള്ള കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്, സുന്ദരികളായ ഒരുപാട് സ്ത്രീകളുണ്ട്. അങ്ങനെയാണെങ്കിൽ കരുണ സിനിമയൊക്കെയാന്ന് വിചാരിക്കുക, കുമാരനാശന്റെ കരുണ. അപ്പൊ അതിൽ വാസവദത്തയുണ്ട്. വാസവദത്ത ഈ രീതിയിലൊക്കെ അന്ന നടയൊക്കെ ഉള്ള ദേവി രൂപമൊക്കെ ഉള്ള, പക്ഷെ വാസവദത്ത തൊഴില് വേറെ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു റോളിലേക്ക് സോന നായരെ ശ്രമിക്കുകയാണ്. ഉപഭോക്തനായിട്ട് വേറൊരു ആക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്കിപ്പോ അത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് മടി. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസവദത്ത അല്ല, വാസവദത്തയുടെ രൂപമല്ല, സ്വഭാവ പെരുമാറ്റം. പിന്നെ വേറെ സിനിമകളിലൊക്കെ അതേ കിടപിടിച്ച് അതിൽ നന്നായിട്ടുണ്ടല്ലോ സോന, അപ്പൊ ഇതിൽ നന്നായി ചെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള ആൾക്കാർ വർക്കിന് വിളിക്കുമ്പോൾ നമുക്ക് ഓക്കെ നല്ലതായിരിക്കും, നല്ല കഥാപാത്രമല്ലേ, ചെയ്യാം എന്ന്. അപ്പോൾ അതൊരു തുടർച്ച ആയിപ്പോവും. അത്തരം തുടർച്ചയ്ക്ക് ഇനി ഒരു വാസവദത്തയ്ക്ക് സൗന്ദര്യമുള്ള വാസവദത്ത അത് ഓക്കെ, പക്ഷെ ആ തൊഴിലുള്ള വാസവദത്തെ പറ്റില്ല. കാരണം അത് പറ്റില്ല. അത് നമുക്ക് അങ്ങനെ എന്താ വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. ആ ഒരു സോൺ കുറച്ച് ഓവർഡു ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ റോളുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഭയങ്കര സഭ്യമായിട്ടുള്ള, ഞാൻ അങ്ങനെ ഒന്നും തീരുമാനമൊന്നും എടുത്തിട്ടില്ല. കാരണം അതും ഒരു എന്താ പറയുക, അത് അത്രയും സൗന്ദര്യ സങ്കല്പം അല്ലെങ്കിൽ അത്രയും സൗന്ദര്യമുള്ള വ്യക്തികളെയാണ് ഈ സോക്കോൾഡ് പറഞ്ഞ വാസവദത്തെ വിചാരിക്കുന്ന ആ മനസ്സുകളാണ് ഇത്തരം കഥാപാത്രങ്ങൾ എഴുതി വരുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് അത്തരം ഒരു വാസവദത്തായിട്ട് വിളിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു നിലയിൽ ഭയങ്കര പ്ലസ് അല്ലേ. നമ്മള് അത്രയ്ക്ക് നല്ല അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കില്ലേ അത്രയും ലുക്കാണ്. പക്ഷെ നമുക്കത് മറ്റൊരു രീതി, പിന്നെയും അതേ വർക്കാണോ അതേ റൂട്ടാണോ പിടിക്കുന്നത് എന്നുള്ളത്. അപ്പം അത് കുറച്ച് സഭ്യമായി ഒരു നടൻ, വേറൊരു നടൻ പോലെ ഒരു സഭ്യമായി ചെയ്യുന്ന അത്തരം ഒരു വാസവദത്ത ആണെങ്കിൽ ഓക്കെയാണ്. അതിനൊരു കഥ വേണം, അല്ലെങ്കിൽ വാസവദത്തയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് ഇങ്ങനെയായി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നു എന്നുള്ളത്. എസ്തെറ്റിക്കലി പ്രാധാന്യം ഉണ്ടാവണം. ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ സ്കിൻ ഷോയ്ക്കും മറ്റ് പല ഷോയ്ക്കും ഒക്കെ ഈ വാസവദത്തെ തിയേറ്ററിൽ പൈസ കൊടുത്ത് വന്ന് കാണേണ്ട കാര്യമില്ലല്ലോ ഈ യുഗത്തില്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രോമിനൻസ്, ഒരു സോന നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി വാസവദത്തായിട്ട് വന്നാൽ കഥ കണ്ടിറങ്ങുന്നവർക്ക് അത് എപ്പോഴും ഇങ്ങനെ താലോലിക്കാനുള്ള ഒരു ഇതായിരിക്കണം. ദാറ്റ് മീൻസ് അത്ര പവർഫുൾ ആയിട്ടുള്ള വർക്കായിരിക്കണം, അതിനകത്ത് കഥ ഉണ്ടാവണം, ചെയ്യാനുള്ള നമുക്ക് കഥ ചെയ്യാനുള്ള. ഇപ്പോൾ ആളുകൾ സമീപിക്കുകയാണ് 40+ ഉള്ളൊരു ലേഡിയുടെ പ്രണയം.
ഒരു ടീച്ചറാണ്, ഒരു സിംഗിൾ മദറാണ്, ഒരു ടീച്ചറാണ്, അങ്ങനെയൊക്കെ ഒരാളെ സമീപിക്കുകയാണെന്ന് വിചാരിച്ചോ? അങ്ങനത്തെ സ്റ്റോറീസിനൊക്കെ ഇപ്പോൾ ഓപ്പൺ ആണോ ചെയ്യാൻ, സിനിമ ചെയ്യാൻ? പിന്നെന്താ, നല്ലതല്ലേ അത്. സിംഗിൾ മദറാണ്, പിന്നെ ഒരു പ്രണയമുണ്ടാകാം. ഇപ്പം 40 കഴിഞ്ഞു 50 കഴിഞ്ഞു സ്ത്രീക്ക് പ്രണയം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ, ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു പ്രണയം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയിലാണോ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒരു ഡ്രീം റോൾ ഉണ്ടോ ഇപ്പൊ നിലവിൽ? ഡ്രീം റോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നല്ല എൻ്റെ വർക്കിംഗ് സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു വേറൊരു ക്യാരക്ടറിലേക്ക് ഒന്ന് മാറുമ്പോൾ, സോനാനാരിൽ നിന്ന് വേറൊന്നിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അത് ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വർക്ക് ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതൊക്കെ ഇഷ്ടമാണ്. അതിനകത്ത് ഇപ്പം 40 കഴിഞ്ഞിട്ടുള്ള ഒരു പ്രണയ സീക്വൻസിനോ അതൊക്കെ ഞാൻ പറഞ്ഞ എന്തും അത്തരം ചെയ്യാം. പക്ഷെ ഒന്നും ഈ ഒരു സഭ്യമല്ലാത്ത രീതിയിൽ പോകരുത് എന്നുള്ളത്. അത് എനിക്ക് എന്നെ അത് ചെയ്യുന്നവരുണ്ട്, അതിനകത്ത് ഞാൻ നോ പറയുന്നില്ല. അതൊക്കെ നമ്മൾ സപ്പോർട്ട്, അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടൊക്കെയാണ്. പക്ഷേ എന്നെ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കംഫർട്ടബിൾ ആകുമ്പോഴല്ലേ നമുക്കത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ കംഫർട്ടബിൾ അല്ല. അത് ഒരു പക്ഷേ പണ്ടും ആയിരുന്നില്ല, എന്നും അല്ല. അതുകൊണ്ട് അത്തരം ഇതൊന്നും അല്ല. പക്ഷെ പ്രണയത്തിനൊന്നും അത്തരം സാധ്യതകളില്ലല്ലോ. ഇൻ ദ സെൻസ് നല്ല പ്രണയം ഉണ്ടാവാമല്ലോ. ഇപ്പോഴും പ്രണയമുണ്ടോ ഉള്ളിൽ? പ്രണയം ഉള്ളിൽ ഉണ്ട്. പ്രണയാത്മകമായിട്ട് ഇരിക്കുന്ന ഒരു ആത്മാവും മനസ്സും ഒക്കെയാണ്. പിന്നെ ഞാൻ റീൽസ് കാണാറുണ്ട്, അപ്പൊ നമുക്ക് അതിനകത്ത് കാണുമ്പോ ഒരു ഈ കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഈ സ്ത്രീക്ക് ഇപ്പോഴും പ്രണയമാണോ, പ്രണയം കണ്ണുകൾ, അത് ധാരാളം പേര് പറയാറുണ്ട്. കണ്ണുകളിൽ നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ഭംഗിയായിട്ടാണ് ഈ പ്രണയം കണ്ണുകളിലൊക്കെ കാണിക്കുന്നതെന്നൊക്കെ. അത് ഉള്ളിലുള്ളതുകൊണ്ടാണ് കാണിക്കുന്നത്. അത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയോട് ഉണ്ടാവണമെന്നില്ല. ആ ഒരു ഇമോഷൻ അത് ഒരാളെടുത്ത് കാണിച്ചാൽ മാത്രമാണ് അതൊരു സംഭവം എന്നൊന്നുമില്ല. ഹസ്ബൻഡിനോടുള്ള പ്രണയമാകാം, നമുക്ക് തന്നെ തോന്നുന്ന സെൽഫ് പ്രണയമാകാം. പിന്നെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ റീൽ ചെയ്യുമ്പോൾ എനിക്കൊരു പെർട്ടിക്കുലർ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു പ്രണയമല്ല ഞാൻ കാണിക്കുന്നത്. ഞാൻ പ്രണയത്തിൻ്റെ ഒരു സംഭവം കാണിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ സ്വയം വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അത് അപ്പം എന്നിട്ട് ഞാൻ നോക്കുമ്പം എനിക്ക് തന്നെ തോന്നാറുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല, കുറച്ചും കൂടെ നാണം വരാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇത് അങ്ങനെയൊക്കെ ആകാം അല്ലേ, അങ്ങനെ തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയോട് പ്രണയം തോന്നിയിട്ട് നമ്മൾ അഭിനയിക്കുന്നതോ ഇല്ലെങ്കിൽ റീൽസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴാണല്ലോ കുറച്ചുകൂടി ഈ പ്രണയത്തിനൊക്കെ ടോക്സിക് പ്രണയം, പോസിറ്റീവായിട്ടുള്ള പ്രണയം, ഓപ്പൺ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയത്. സോനാനായരുടെ ഒരു പ്രൈമിൽ സോനാനായർ പ്രണയിച്ചുകൊണ്ടിരുന്ന യൗവനകാലത്ത്, അങ്ങനെ ഒരു കാലം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ആ കാലഘട്ടത്ത് സ്വയം ഒരു പ്രണയിനി എന്നുള്ള രീതിയിൽ പോസിറ്റീവ് ആയിരുന്നോ, ടോക്സിക് ആയിരുന്നോ, എങ്ങനെയാ സ്വയം ജഡ്ജ് ചെയ്യുന്നത്? ഞാൻ പോസസീവ് ആയിരുന്നു, ടോക്സിക് അല്ലായിരുന്നു. ഒരു പോസസീവ് നേച്ചറായിരുന്നു. എൻ്റെ പ്രണയാത്മാവ് വേറൊരാൾ കടമെടുക്കുന്നതിനോട് അതാണല്ലോ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അത് ഹെവി ആയിരുന്നില്ല, ഫ്രീഡം ഉള്ള ഒരു പൊസസീവ്നെസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അത് ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രണയാത്മാക്കൾക്കും വരുന്ന സംഭവമാണ്. ആ ഒരു ടൈറ്റ് മീൻസ് ലൈക്ക് ഒരു ഹെവി പൊസസീവ്നെസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്തരം ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ആ പ്രണയത്തിനൊരു സുഖം. എത്രമാത്രം അഡ്വഞ്ചേഴ്സ് ആയിരുന്നു. അതായത് ഇപ്പം ഞാൻ നവ്യ നായരോട് സംസാരിക്കായിരുന്നു. അപ്പോൾ നവ്യ നായർക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തത്, അതായത് പ്രണയിക്കുന്ന ആൾ ചെയ്ത നവ്യ നായരുടെ ഒരു ബർത്ത്ഡേ, 21ാമത്തെ ബർത്ത്ഡേ ആണ് എനിക്ക്. 21 ഡ്രസ്സ്, 21 ഷൂ, 21 അപ്പൊ അങ്ങനെയാണ് ആ പ്രണയം പ്രകടിപ്പിച്ചത്. സോനാനായർ ആസ് എ പ്രണയിനി എത്രമാത്രം അങ്ങനെ ആയിരുന്നു? എനിക്ക് അങ്ങനെ ആരും 21, 41 ഒന്നും തന്നിട്ടില്ല. അല്ല, അങ്ങോട്ട് ഞാൻ പ്രണയിച്ചു, ഒരു വ്യക്തിയെ പ്രണയിച്ചു, അദ്ദേഹത്തെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞതിന് ശേഷം സോ കോൾഡ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അതാണ് വാസ്തവം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രണയത്തിനേക്കാൾ ഉപരി ഒരു ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമ്പാനിയൻ, ഒരു സ്നേഹം, ഒരു ഭയങ്കര ഓവർ ആത്മാർത്ഥത, അതൊക്കെയാണ് ആ റിലേഷൻഷിപ്പിൽ വരുന്നത്. പ്രണയമൊക്കെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ വന്നു പോയി അതങ്ങ് കഴിയും. പ്രണയ സങ്കല്പങ്ങൾ എല്ലാവർക്കും ഓരോരോ ഡിഫറെൻറ്റ് സങ്കല്പങ്ങളാണ്. അത് ഇപ്പം നമുക്കതും ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഇല്ല. ഒരാൾ എങ്ങനെ പ്രണയിക്കുന്നു, ആ ആൾ ഇങ്ങനെയേ എന്നെ പ്രണയിക്കാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊരു ഇമോഷണൽ ഫീലാണത്.
അപ്പം അത്രയും ഇമോഷണൽ ബോണ്ട് നമുക്ക്, പിന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ഒരു ഭാര്യ ഭർത്താവ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു അഗാധമായ സ്നേഹം, അതിൽ കൂടെ ഉണ്ടാകുന്ന ആ ഒരു പ്രണയത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒരു സ്നേഹം, അതൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. പ്രണയിനികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഭാര്യ ഭർത്താവ് അങ്ങനെ ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രണയമുണ്ടാകാം, സ്നേഹം ഉണ്ടാവാം, എല്ലാതരം ഇമോഷൻസ് ഉണ്ടാകാം, വഴക്കുകൾ മാക്സിമം ഉണ്ടാകാം, എത്രയോ അതൊക്കെയാണ് നടക്കുന്നത്. ഞാൻ IFFK ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അത് 17 തൊട്ടിട്ട് 15 തൊട്ടിട്ട് അങ്ങോട്ട് കണ്ടിന്യൂസ്ലി അങ്ങനെ IFFKയുടെ പോസ്റ്റുകൾ കാണും. ഈ IFFK ദിനങ്ങൾ എന്താ പഠിപ്പിച്ചത്? IFFK പഠിപ്പിച്ചത് ഒരു റീയൂണിയൻ എന്ന് പറയാം. ഒരുപാട് സിനിമകളുടെ എന്താ പറയുക, സിനിമ ലെജൻസിൻ്റെ ഒരു കാഴ്ച എന്ന് പറയാം, സൗഹൃദങ്ങളുടെ തിരിച്ചുവരവെന്ന് പറയാം. ഒരുപാട് പല പല സിനിമാറ്റിക് ഇതിൽ തന്നെ ഒരുപാട് അറിവുകൾ സമ്പാദിക്കാനുള്ള ഒരു ദിനങ്ങളെന്ന് പറയാം. സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അനുഭവ്യമാകുന്ന കുറേ ദിനങ്ങളാണ് IFFK. ഈ കൈരളി തിയേറ്ററിന്റെ പടവുകൾ IFFK വേദികളായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ തൊട്ടിട്ടുണ്ടോ IFFK ആക്റ്റീവായിട്ട്, അതോ ടാഗോർ തിയേറ്ററിലേക്ക് മാറി ഇപ്പൊ തൊട്ടാണോ? കൈരളിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. IFFK ഇവിടെ ട്രിവാൻഡ്രത്ത് തുടങ്ങി, ട്രിവാൻഡ്രത്താണ് അതിൻ്റെ ഒരു ആസ്ഥാനം. അപ്പം ലൈക്ക് തുടങ്ങുമ്പോഴേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുന്നേ ഒക്കെ നമ്മുടെ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടല്ലോ. അപ്പം അതൊരു ഭയങ്കര ഒരു എന്താ, സിനിമാ മേഖല മൊത്തത്തിൽ ഏറ്റെടുത്ത ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്താവുമ്പോൾ തിരുവനന്തപുരം സ്വദേശത്തിലുള്ള ആൾക്കാരെല്ലാവരും കൂടുന്ന, ഇല്ലെങ്കിൽ എന്താ പറയുക, ഔട്ട് ഓഫ് ട്രിവാൻഡ്രത്താണെന്നുണ്ടെങ്കിലും ഔട്ട് ഓഫ് കേരളയിൽ നിന്നും ആൾക്കാർ ലീവൊക്കെ എടുത്ത് ഇവിടെ തങ്ങി താമസിച്ച് ചെയ്യുന്ന, കാണുന്ന, ഇല്ലെങ്കിൽ അനുഭവിക്കുന്ന ഒരു മഹാസംഭവം, ഒരു സംഗമമാണത്. അങ്ങനെ പറയാം, ഒരു മഹാസംഗമം. ഈ IFFK മറ്റേ കൈരളി തിയേറ്റർ ആകുമ്പോൾ കൈരളി തിയേറ്ററിന്റെ പടവുകളിൽ ഇരുന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, അവിടെ ഇരുന്നുള്ള സിനിമ കാണലുകൾ, അതിന്റെയൊക്കെ ഭാഗമായിട്ടുണ്ടോ? പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് പ്രതിഷേധം നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചക്കാരിയായിട്ടൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്. നമ്മൾ ആ പ്രതിഷേധിക്കുന്ന ഇത് നമുക്കും പ്രതിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്കും തോന്നുക. പക്ഷെ അത് ഭയങ്കര നമ്മൾ ഒരു ആർട്ടിസ്റ്റിക് ഇതിൽ നിൽക്കുന്നത് കൊണ്ട് അത്തരം ഒരു എന്താ തുറന്ന ഒരു പ്രതിഷേധത്തിന് ഞാനൊന്നും വഴി ഒരുങ്ങിയില്ല. അതാണ് കാരണം. ബാലൻസ് സൈഡിൽ നിന്നോ ബാക്കിൽ നിന്നോ ഒക്കെ കണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത് അവർ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ചില പ്രതിഷേധങ്ങൾ ഭയങ്കര ഷോ ഓഫ് പ്രതിഷേധങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. അത് വളരെ വിഡ്ഢിത്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പം ഇത്രയും വിഡ്ഢികളായിരുന്നല്ലോ എന്നും തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ ഈ നല്ല ഉൾക്കാഴ്ചയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും വരിക സിനിമ മേഖലയിൽ, നല്ല ഔട്ട് ഓഫ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, ഇത് പറഞ്ഞ സിനിമ ആസ്വാദകരൊക്കെ കുറേ കൂടെ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള സിനിമയുടെ ഒരു A to Z കലക്കി കുടിച്ച ആൾക്കാരൊക്കെ തന്നെയായിരിക്കും വരിക. അപ്പം അവരുടെ ഓരോ പ്രതിഷേധത്തിനല്ല, അവരുടെ ഓരോ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് കലാസ്വാദകരുണ്ട്. അതിവരെയൊക്കെ കണ്ടിട്ട് നമ്മളും ശരിക്കും ഞാനും ഞെട്ടിയിട്ടുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ട് സിനിമയിലേക്ക്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സിനിമയുടെ ഭാഗമാകാൻ ഇതുള്ള വ്യക്തികളായിരിക്കാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഫാഷൻ ലോകത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ, ലുങ്കി എടുത്ത് ഡെനിം ഷർട്ട് ഇട്ടിട്ട് ഒക്കെ നടക്കുന്നതൊക്കെ. അത് കാണുമ്പോൾ എന്താ തോന്നാറ്? എന്താ പറയാ, ആസ്വദിക്കും. ഇങ്ങനെ എന്താ ഒരു വൈകൃതങ്ങളായിട്ടുള്ള അത്തരം ഒരു ഇടപാടിനോട് പ്രോത്സാഹനം പൊതുവെ അങ്ങനെ ഒരു പ്രോത്സാഹനമൊന്നും ഇല്ല. അങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പം അത്തരം സംഭവങ്ങളേ ഉള്ളൂ, കാണുക, കണ്ട് ആസ്വദിക്കുക. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ ഒരു വിഡ്ഢിവേഷങ്ങൾ കെട്ടി നടക്കുമ്പോൾ എന്തിനായിരുന്നു, ഇല്ലെങ്കിൽ എന്തിനാ, ഇത് ആർക്ക് വേണ്ടിയിട്ടാ എന്നൊക്കെ ഉള്ളത്. ഇത് ശരിക്കും IFFK എന്ന് പറയുമ്പോൾ ശരിക്കും സിനിമയുടെ പ്രദർശനങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും, ഇല്ലെങ്കിൽ അവർ ആ സിനിമ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാനുള്ള ഒരു ഏരിയ ആണത് ആക്ച്വലി. അവിടെ നിന്നുകൊണ്ട് സിനിമകൾ കാണാതെ സിനിമയുടെ ആ ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു ഏരിയയിൽ ഇത്തരം കോമാളിത്തരം കാണിക്കുമ്പോൾ എപ്പോഴും അവരവിടെ കാണാറുണ്ട്, ഹാളിൽ കാണാറില്ല, തിയേറ്ററിൻ്റെ. അപ്പം സിനിമയ്ക്കാണോ വന്നതെന്നുള്ളത്
അതുകൊണ്ട് സിയപ്പാ ഇതൊക്കെ നമുക്ക് അങ്ങനെ നമുക്കത് ഇത് കാണാനും ആസ്വദിക്കാനും ആൾക്കാരല്ലാതെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിനൊരു വേദി ഒരുക്കുന്നുണ്ട് ഗവൺമെൻറ്, അങ്ങനെ ഒരു വേദി ഒരുക്കുന്നത്, അക്കാഡമി അങ്ങനെ ഒരു വേദി ഒരുക്കുന്നത് നല്ലതാണ്. ആൾക്കാർ പ്രതിവർഷം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാസംഗമമാണത്. ഈ കലാപ്രവർത്തക എന്നുള്ള രീതിയിൽ മൊത്തത്തില് ഇപ്പോൾ IFFK വേദിയുടെ ഭാഗമായിട്ടുണ്ട്, മറ്റൊരുപാട് ഇങ്ങനെ ഫിലിം സോഷ്യൽ മൂവ്മെന്റുകളുടെ ഒക്കെ ഭാഗമായിട്ടുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ഒരു അപ്ലിഫ്റ്റ്മെന്റിന് സോന നായർ പേഴ്സണലി ചെയ്തു എന്നുള്ള രീതിയിൽ സ്വയം ചാരിതാർത്ഥ്യം അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു പൊതുവെ വിമൻ എംപവർമെൻറ്റിൻ്റെ വർക്കുകൾ നമ്മളങ്ങനെ സോഷ്യലി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അതിലേക്ക് എൻ്റെ മുന്നിലേക്ക് ഞാൻ വന്നിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന നമുക്കൊരു എന്താ പറയുക, നമ്മൾ എമൗണ്ട് കൊടുക്കല് കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ ആയിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം ഓർഗനൈസേഷൻസും ഒക്കെ അതൊക്കെ നമ്മളിങ്ങനെ പബ്ലിക്കലി പറയേണ്ട കാര്യങ്ങളല്ല, നടക്കട്ടെ. അത്തരം എംപവർമെൻറ്റിന് സ്ത്രീകൾ മുന്നണിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ വരട്ടെ എന്നുള്ളതാണ്. വിമൻ എംപവർമെൻറ്റിന് എന്തായാലും അതിന് സോഷ്യലി പബ്ലിക്കലി ഫ്രണ്ടിൽ വരുന്ന എന്താ പറയുക ജയ് വിളിക്കുന്ന ഒരാളല്ല, പക്ഷെ ഏറ്റവും അർത്ഥവത്തായ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു സീരിയൽ സെറ്റിലാണ് ഇരിക്കുന്നത്. ഇത് പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഉണ്ട്, ഇതിൻ്റെ ഡബ്ബിങ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇത് കോൺസെൻട്രേറ്റ് ഒരേ കാര്യം തന്നെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പുറത്തെ സിനിമ എന്ന് പറഞ്ഞ വലിയ ലോകമുണ്ട്, അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ മിസ്സിങ് എത്രമാത്രം ഉണ്ട്, ഇതിൽ എത്രമാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് ആക്ച്വലി മിസ്സിങ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സിനിമ പാടെ അങ്ങ് ഉപേക്ഷിച്ചില്ലെങ്കിൽ പാടെ നിർത്തിക്കൊണ്ട് അല്ലല്ലോ സീരിയൽ ചെയ്യുന്നത്. മിസ്സിങ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. പിന്നെ ഇപ്പോൾ മിസ്സിങ് ഇപ്പം അങ്ങനെ അത്ര ഒരു വാക്ക് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് പഴയ സിനിമകളെ പോലുള്ളൊരു എന്താ പറയുക കുടുംബ കഥകളോ കഥാപാത്രങ്ങളോ അങ്ങനെയൊന്നും വളരെ റയറായിട്ടാണ് ഈ കുടുംബ കഥകളൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ജെൻസി യുഗത്തിൽ വരുന്ന അത്തരം അവരുടെ തോട്ടിനെ അവരെ ആകർഷിക്കുന്ന ഇല്ലെങ്കിൽ അത്തരം സംഭവങ്ങളാണ് കൂടുതലും വരാറുള്ളത്. അപ്പം അവിടെ ഈ പറയുന്ന അമ്മയ്ക്കോ സഹോദരിമാർക്കോ ഇല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾക്കൊന്നും കൂടുതൽ പ്രാധാന്യമില്ല. പ്രണയിനിക്കും ഇല്ലെങ്കിൽ അവരെ തേക്കുന്ന കുറച്ച് ടീമുകൾക്കും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഭാഷകളൊക്കെ. അപ്പം അത്തരം സാധനങ്ങളൊക്കെ ഉള്ളതും അളിയാമച്ച മച്ചമ്പി മച്ചു എന്നൊക്കെ വരുന്ന സോ കോൾഡ് ഈ ഒരു എന്താ പറയുക 2020s ഉള്ള കിഡ്സിൻ്റെ ഒക്കെ വർക്കുകളാണല്ലോ കൂടുതലും വരുന്നത്. മീൻസ് ഇൻ ദ സെൻസ് അതിൽ അപ്പം ഇവർ വേറൊരു ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്. അപ്പം അതിൽ നമ്മുടെയൊക്കെ വർക്കുകൾ വരുന്നില്ലെങ്കിൽ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ സിനിമയിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പുതിയ താരങ്ങൾ അപ്പോൾ റീൽസിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നിറയെ റീൽസ് ചെയ്യുന്നത്, സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിറയെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടാലൻസ് ഉണ്ട് കേട്ടോ. അവരൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു വർക്ക് നമ്മൾ സിനിമ കാണുമ്പോൾ ദൈവമേ അയ്യോ ആ വർക്ക് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ഉള്ളിൽ വിചാരിക്കുമെങ്കിലും നമ്മളെയൊന്നും എത്രയും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വച്ചിരിക്കുന്നതെന്ന് തോന്നും. ഞാൻ അങ്ങനെയുള്ള തോന്നുന്ന ഒരുപാട് പുതിയ പുതുമുഖങ്ങളെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ അടുത്ത് ഈ സിനിമ വാഴ 2 കുട്ടികളൊക്കെ ഞാൻ വിളിച്ച് അനുമോദിച്ചു. കാരണം അവരെല്ലാവരും പുതിയ ടീമുകളാണ്. അപ്പം അതൊരു വലിയ കാര്യമാണ്. പിന്നെ സീരിയൽ നമ്മൾ ചെയ്യുന്നു, ഓഫ്കോഴ്സ് സീരിയൽ ഭയങ്കര ഇഷ്ടമാണ്. ഇനി അങ്ങോട്ടേക്ക് പുതിയ കാലത്തെ നെറ്റ്വർക്കിങ്ങിലൂടെ പുതിയ സിനിമാക്കാരുടെ ഒപ്പം ചേരുക, പുതിയ സിനിമകൾ ഉണ്ടാക്കുക. അപ്പോൾ ചിലപ്പോൾ പുതിയൊരു സോന നായരി നമുക്ക് കിട്ടുമായിരിക്കും. ഇപ്പോൾ മോഹിനിയാട്ടം ഭയങ്കരമായിട്ട് ഓടുമ്പോൾ നമുക്ക് പുതിയൊരു കലാരഞ്ജനി കിട്ടിയിട്ടുണ്ട്. കലാരഞ്ജനി ചേച്ചിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ തിയേറ്റർ മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പുതിയൊരു സെറ്റിലേക്ക് പോകുമ്പോൾ പുതിയൊരു സോന നായർക്കുള്ള സാധ്യത ഉണ്ടല്ലോ. നമ്മളിപ്പോൾ പട്ടണത്തിൽ സുന്ദരനൊക്കെ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടോ? ഉണ്ട്. സിനിമ ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത്തരം പ്രതീക്ഷകളിൽ തന്നെയാണല്ലോ ജീവിതം. നമുക്ക് സിനിമ അത് ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമ്മുടെ ദ ഹോൾ ഒരു ആർട്ട് ആൾക്കാർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും അത്തരം ഒരു ക്യാപ്ചറിങ് സിനിമക്കാരുടെ ഇടയിൽ നടക്കട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും. ഡെഫിനറ്റ്ലി സോന നായർ 2.0 ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. Own your pride.
Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ.